അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ മണി മാത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ പേജ് നമ്പർ 103 പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഞാൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ കൂട്ടുകാരൻ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ടും നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുകയും അവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യണം. ഓക്കെ, ശരി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. എ പേഴ്സൺ ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 16,000 rupees from a bank which charges interest compounded quarterly. The annual rate of interest is 10%. How much should he pay back after 9 months to settle the loan? അതായത് ഒരു വ്യക്തി 16,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ക്വാർട്ടർലി ആയിട്ട് പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുകയും ചെയ്യുകയാണ് ബാങ്ക്. അപ്പോൾ ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവിടെ വാർഷികമായിട്ടുള്ള പലിശ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക്, എത്ര രൂപയാണ് ഹി പേ ബാക്ക് ആഫ്റ്റർ 9 months, 9 മാസത്തിന് ശേഷം 9 monthsന് ശേഷം എത്ര രൂപയാണ് അയാൾ തിരിച്ച് ആ ലോൺ വീട്ടാനായിട്ട് അടയ്ക്കേണ്ടി വരിക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യം നമുക്ക് മനസ്സിലാവുന്നല്ലോ, ക്വാർട്ടർലി ആണ്. അത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ക്വാർട്ടർലി ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, പി ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു n. ഇത് തന്നെയാണ് ഈക്വേഷൻ വരുന്നത് കേട്ടല്ലോ. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഈക്വേഷൻ. ഇവിടെ P = 16,000 16,000, പിന്നെ R = 10% ആണ്. അപ്പോൾ പിന്നെ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എത്ര കൊണ്ട്, ഈ 10 ഫുൾ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ 10 / ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5% ആണ് കിട്ടുന്നത്. ഇനി n എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്. അപ്പോൾ എത്ര സ്ഥാനം നീക്കി നമ്മൾ കുത്തിടണം ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ? ഇവിടെ 1 പോയിൻറ്റ്, 2 പോയിൻറ്റ്, 3 പോയിൻറ്റ് നീക്കി കുത്തിട്ടേക്കാം. 1, 2, 3. അപ്പോൾ ഇവിടെ പോയിൻറ്റ് വരും. ഇത് വെട്ടിക്കളയാം. ഇനി ബൈ 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും എത്ര സ്ഥാനം നീക്കി കുത്തിടണം? 1, 2, 3. അപ്പോൾ 1, 2, 3. അപ്പോൾ ഉത്തരം വരുന്നത് 0.25 rupees-ആണ് അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക. ഇനി നമ്മൾ 104-ാമത്തെ പേജിലേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മനു ഡെപ്പോസിറ്റഡ് 15,000 rupees in a financial establishment which pays interest compounded every 3 months at 8% annual rate. How much would he got back after 1 year? അതായത് മനു ഒരു 15,000 രൂപ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കോമ്പൗണ്ടറാണ്, കൂട്ടുപലിശയാണ്. എവറി 3 months. അപ്പോൾ ക്വാർട്ടർലി അല്ലേ കണക്കാക്കുന്നത്, പാദവാർഷികമായിട്ടല്ലേ കണക്കാക്കുന്നത്. അറ്റ് 8% ആനുവൽ റേറ്റ്, 8% ആനുവൽ റേറ്റ്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year? ഒരു വർഷം കഴിയുമ്പോൾ അവന് എത്ര രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിത്ത് അവന് കിട്ടുക എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുലകളൊക്കെ ഒന്ന് എഴുതാം. ആദ്യം പോലെ തന്നെ ആണ് ഫോർമുല. ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 4 ക്വാർട്ടർ അല്ലേ. പക്ഷേ 9 months എന്ന് പറയുമ്പോഴോ, 9 months എന്ന് പറയുമ്പോൾ എത്ര? 3 അല്ലേ വരുന്നുള്ളൂ 9 months.
3 അതായത് 3 3 3 അല്ലേ? അപ്പോൾ 9 മന്ത്സായി. അപ്പോൾ ഒരു 9 മന്ത്സിൽ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ട്? 3 ക്വാർട്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് n = എന്തൊക്കെ കണക്കാക്കണം? n = 3. അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഈക്വേഷനിലേക്ക് നമുക്കിത് കൊടുക്കാം. 16,000 ഇൻറ്റു 1 + 2.5 100 all raised to 3. 16,000 ഇൻറ്റു 1 ഇൻറ്റു 100 100 100 + 2.5 102.5 100 അങ്ങനെ എത്ര എണ്ണം എഴുതണം? 3 എണ്ണം എഴുതണം കേട്ടോ. 102.5/100 ഇൻറ്റു 102.5/100 കണ്ടോ? ദെൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോമൺ സീറോസ് നമ്മൾ വെട്ടിക്കളയും. എത്ര കോമൺ സീറോസ് ഉണ്ട് ഇവിടെ? 1 2 3 അപ്പോൾ ഇവിടെ 1 2 3 തന്നെ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അത് വിട്ടാൻ പാടുള്ളൂ. ഇതും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി വന്നത് ഇതും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി വന്നത് 16 ഇൻറ്റു 102.5 ഇൻറ്റു 102.5 ഇൻറ്റു 102.5 ഓൾ ബൈ ബാലൻസ് എത്ര സീറോസ് ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്? 100 ഇൻറ്റു 10,000. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടണതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫോർമുല ഇതാണ്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ P ഇൻറ്റു 1 + R/100 all raised to n. അപ്പോൾ P = എത്രയാണ്? 15,000 ഇത്രയാണ്. പിന്നെ R = അവർ 8% ആണ് കൊടുക്കുന്നത്. പക്ഷേ ക്വാർട്ടർലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. 8/4 = 2% ആണ്. ഇനി n എത്ര വർഷമാണ്? 1 ഇയറിൽ ആണ് അവന് അത് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ 1 ഇയറിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 1 × 4 അല്ലേ? അപ്പോൾ 4 ആണ് നമ്മൾ n ആയിട്ട് ഇടേണ്ടത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുക. എല്ലാം 15,000 15,000 ഇൻറ്റു 1 + 2/100 all raised to 4. 15,000 15,000 ഇൻറ്റു 1 × 100 100 100 + 2 102 102/100 ഇൻറ്റു 102/100 ഇൻറ്റു 102/100 ഇൻറ്റു 102/100 കണ്ടോ? 4 പ്രാവശ്യമാണ് നമ്മളത് എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇപ്പോൾ നമുക്കിവിടെ കോമൺ സീറോ നോക്കാം. കോമൺ സീറോ നോക്കുമ്പോൾ ഇവിടെ 1 2 3 ഉള്ളൂ മുകളിൽ. അപ്പോൾ അടിയിൽ 3 എണ്ണമല്ലേ നമുക്ക് വെട്ടിക്കളയാൻ പാടില്ല. എത്ര കൂടുതലുണ്ടെങ്കിലും കോമൺ സീറോ മാത്രം വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ 3 സീറോ ഇവിടുത്തെ 3 സീറോയിൽ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് എഴുതാം കേട്ടോ. 15 ഇൻറ്റു 102 ഇൻറ്റു 102 ഇൻറ്റു 102 ഇൻറ്റു 102 1 2 3 4 പ്രാവശ്യം കണ്ടോ? ഡിവൈഡഡ് ബൈ എത്ര സീറോ ആണ് വെട്ടാണ്ടുള്ളത്? 100 × 100 10,000 10,000 × 10 അപ്പോൾ 1 lakh ആയിട്ടോ അടിയിൽ. 2 3 4 5 ബാലൻസ് ഉള്ള എല്ലാം കൂടി നമ്മൾ എഴുതി വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീണ്ടും ഇനി ഇൻറ്റു ചെയ്യാനായിട്ട് എളുപ്പവഴി പറഞ്ഞുതരാണ്. ആദ്യം 102 102 കൂടി ഇൻറ്റു ചെയ്യുക. അതേ ആൻസർ തന്നെയായിരിക്കും ഈ 102 ഈ 102 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ കണ്ടോ? അപ്പോൾ അതേപോലെ തന്നെ ഇൻറ്റു ചെയ്യുക.
അപ്പോൾ 15 ഇൻറ്റു നമ്മൾ ആദ്യം 102 ഇൻറ്റു 102 ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കണ്ടോ, ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. 10,400 നോട്ട് 4 14,404. അപ്പം അത് തന്നെയാണ് വീണ്ടും അടുത്ത രണ്ടെണ്ണം ഇൻറ്റു ചെയ്യുമ്പോഴും കിട്ടുക. അപ്പോൾ ഒരു എളുപ്പവഴി കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് ഇൻറ്റു ചെയ്യാൻ. 10,400 നോട്ട് 4 ഡിവൈഡഡ് ബൈ 2 3. കണ്ടോ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അതിന് ശേഷം ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് ഇത് കേട്ടോ. ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് ഉത്തരമാണ്. അപ്പം ഇനി ബൈ ഇത്രയും 1 ലാക്ക് ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 1 ലാക്കിൽ 1 2 3 4 5 0 ആണുള്ളത്. അപ്പം 5 0 നീക്കി നമുക്കൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം. 1 2 3 4 5. അപ്പം ഇവിടെയാണ് വരുന്നത്. ഇത്രയും റുപ്പീസാണ് നമുക്ക് പോയിൻ്റ്. എൻ്റെ 2 സ്ഥാനം മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ 16,200 236.48 റുപ്പീസ്. ഇത്രയും നമ്മൾ ഉത്തരത്തിലേക്ക് എടുത്താൽ മതി. കാരണം പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 104 തന്നെയുള്ള നമ്മൾ തുടരുകയാണ്. 4ാമത്തെ കണക്കിലേക്ക് നമ്മൾ പോവാണ്. ജോൺ ഡെപ്പോസിറ്റഡ് 2,500 2,500 രൂപ ജനുവരി 1 ഒരു ബാങ്കിൽ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. 6% ആണ് അവിടുത്തെ ആനുവൽ റേറ്റ്. ശേഷം ഓൺ ദ 1 ജൂലൈ, പിന്നീട് അപ്പോൾ 6 മാസത്തിന് ശേഷം, അല്ല ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈയിലേക്ക് എത്താൻ 6 മാസം. 6 മാസത്തിന് ശേഷം വീണ്ടും അദ്ദേഹം 2,500 രൂപ 2,500 റുപ്പീസ് തന്നെ വീണ്ടും അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്തു. ഹൗ മച്ച് വുഡ് ഹി ഹേവ് ഇൻ ഹിസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അങ്ങനെ അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ 1 വർഷമായി. ഈ 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജോൺ ആദ്യം ജനുവരിയിൽ ഇട്ടു, പിന്നെ 6 മാസത്തിന് ശേഷം ജൂലൈയിൽ ഇടുന്നു. അങ്ങനെ 1 വർഷം തികച്ചു. പക്ഷേ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇട്ടതുപോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ പിന്നെ ഇൻട്രസ്റ്റും നമ്മൾ കണ്ടുപിടിക്കുക. 6 മാസത്തെ ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ 6 മാസത്തെ ആദ്യം കണ്ടുപിടിക്കണം. അത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം ഈക്വേഷൻ എഴുതാം. പി ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു n. അപ്പോൾ ഇവിടെ പി ഈസ് ഈക്വൽ ടു അദ്ദേഹം 2,500 2,500 രൂപയാണ് അദ്ദേഹം ഇട്ടത്. അതിനുശേഷം ആണ് പിന്നീട് 2,500 ഇടുന്നത്. അപ്പോൾ ആദ്യം ഈ 2,500 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അദ്ദേഹം ഇട്ടതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ r ഈസ് ഈക്വൽ ടു 6% ആണ് ആനുവൽ. പക്ഷേ ഹാഫ് ഇയർലി ആണ് അവിടെ പലിശ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അതുകൊണ്ട് 6 ഈ 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹാഫ് ഇയർലി ആയതുകൊണ്ട്. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 3% ആണ്. കണ്ടോ, 3% ആണ്. n എന്ന് പറയുന്നത് ഹാഫ് ഇയർലി ആയി കണക്കാക്കുന്നതുകൊണ്ട് 1 വർഷത്തിൽ 6 മാസമാണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ 6 മാസത്തേക്കാണ് അദ്ദേഹം ഈ 2,500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 എന്നാണ് എടുക്കേണ്ടത്. ഹാഫ് ഇയർലി ആയതുകൊണ്ടാണ് അങ്ങനെ. 1 വർഷത്തിൽ 2 ഹാഫാണുള്ളത്. അപ്പോൾ ഹാഫാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ആദ്യത്തെ ഹാഫ് ഇയർലി ഒറ്റ തവണയാണ്, അതങ്ങനെ ചെയ്യണം. ഇനി നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കേട്ടോ ചെയ്യാം. 2,500 ഇൻറ്റു 1 + നമ്മൾ 3 ആണ് എടുക്കേണ്ടത് കേട്ടോ. 3/100 ഇയർ ഒറ്റ തവണ ഒരു 6 മാസത്തെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 2,500 ഇൻറ്റു തമ്മിൽ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് കൂട്ടുക. അപ്പോൾ 103/100 ഒറ്റ പ്രാവശ്യം. അപ്പോൾ കോമൺ 0 2 ആണ്.
അപ്പോൾ 2 0 കോമൺ 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി വളരെ ഈസിയാണ്. നമുക്ക് 25 × 103 ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്നത് 2575 റുപ്പീസാണ്. 2575 രൂപയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഫസ്റ്റത്തെ 6 മന്തിൽ. നെക്സ്റ്റ് 6 മന്തിൽ നോക്കാം. ഇനി അടുത്ത 6ാമത്തെ മാസം തുടങ്ങുമ്പോൾ, അതായത് ജൂലൈയിൽ അയാൾ വീണ്ടും ഇടുന്നത്, വീണ്ടും ജോൺ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അടുത്ത ജൂലൈയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ എത്രയാണ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 2500 രൂപ അല്ലേ, 2500 റുപ്പീസ്. അപ്പോൾ മൊത്തം ടോട്ടൽ എമൗണ്ട്, അയാളുടെ ടോട്ടൽ എമൗണ്ട് അവിടെ വന്നിരിക്കുന്നത് 2575, 2575 റുപ്പീസ് അയാളുടെ കയ്യിൽ ഓൾറെഡി അവിടെ ബാങ്കിലായി, പലിശടക്കം ആയിട്ട്. അതുകൂടാണ്ട് പ്ലസ് അയാൾ 2500 രൂപയും കൂടി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 5, 7, 10, 5 അല്ലേ, 5775, 5075 രൂപയാണ് ഇപ്പോൾ അയാളുടെ എമൗണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒരു 6 മാസം കൂടത്തേക്ക് അയാൾ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 6 മാസത്തേക്കും കൂടി അയാൾ ഇതിടുമ്പോൾ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അയാൾക്ക് 6 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. P × 1 + R/100 all raised to n. അപ്പോൾ ആ രീതി തന്നെ കണ്ടുപിടിച്ചേക്കണം. അപ്പോൾ എമൗണ്ട് 5075 × 1 + 3/100 all raised to 1. 75 × 103/100 ഒറ്റ പ്രാവശ്യം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കോമൺ സീറോസ് ഒന്നും നമുക്ക് വെട്ടിക്കളയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 5, 2, 2, 7, 2, 5. ഇത്രയാണ് നമുക്ക് ഈ 5075 × 103 നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 പോയിൻ്റ് അല്ലേ ഇടുക. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരിക. 2.7.25. ഇത്രയും റുപ്പീസാണ് നമ്മുടെ ജോണിന് ഒരു വർഷത്തിന് ശേഷം 2 തവണയായിട്ട് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന പലിശ. കേട്ടല്ലോ. അപ്പോൾ അടുത്ത കണക്കിലേക്ക് നമുക്ക് പോകാം. പേജ് നമ്പർ 104 തന്നെയുള്ള ലാസ്റ്റ് കണക്കാണ് കേട്ടോ. അതെ, റംലത്ത് ഡെപ്പോസിറ്റ് 30,000 rupees in a financial establishment which pay interest at 9% annual rate compounded every 4 months. How much would she get back after 1 year? റംലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ 30,000 30,000 രൂപയാണ് പിന്നെ ബാങ്കിലോട്ട് ഇടുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അവിടെ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് 9% ആണ് ആനുവൽ, വാർഷികമായിട്ട്. അപ്പോൾ അവിടെ കോമ്പൗണ്ടഡ് ആണ് എന്ന് വെച്ചാൽ കൂട്ടുപലിശയാണ്. എവറി 4 monthsലാന്ന് മാത്രം. ഹൗ മച്ച് വുഡ്, അപ്പോൾ അവൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ടാണ് തിരിച്ച് കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇവിടെ P = എത്രയാണ്? 30,000 ആണ്. ദെൻ ഇവിടെ R = എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാർട്ടർലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ക്വാർട്ടർലി ആയിട്ടല്ല ഇത് കണക്കാക്കിയിരിക്കുന്നത്, എവറി 4 monthsലാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ എവറി 4 months ഒരു വർഷത്തിൽ 1 yearൽ എത്ര 4 ഉണ്ട് അല്ലേ?
1 ഇയറിൽ എത്ര 4 ഉണ്ട്? ദേ എത്ര 4 ഉണ്ട്? 4 അല്ലേ? 4 അപ്പോൾ 4 4 അപ്പോൾ 8 മന്ത്സ് ആയി. വീണ്ടും ഒരു 4 ആയാൽ 12 മന്ത്സ് ആയി. അപ്പോൾ എത്ര 4 ഉണ്ട്? 3 4 ആണ് ഒരു വർഷത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ അവിടെ നമ്മൾ എത്ര ഇടണം? 1 2 3. 4 4 4 ആയപ്പോഴാണ് 12 ആയത്, ഒരു വർഷമായത് 4 മാസം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ 3 എന്നാണ് നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇടുക. അതേപോലെ തന്നെ നമ്മൾ ക്വാർട്ടർലിയിൽ നമ്മൾ 4 കൊണ്ടാണ് നമ്മുടെ 6നെ ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇവിടെ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 4 4 3 4 ആണുള്ളത്. അതുകൊണ്ട് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ടല്ല. ക്വാർട്ടർലി അല്ല അത് കേട്ടോ. എവരി 4 മന്ത്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 കൊണ്ടാണ് നമ്മൾ 6നെ ഡിവൈഡ് ചെയ്യുക. n നമുക്ക് 1 2 3 ആണ് വരിക കേട്ടോ. അപ്പോൾ 6 അവിടെ 9% ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. 3 ആണ് നമ്മുടെ പിന്നെ നമ്പർ ഓഫ് മന്ത്സിലോട്ട് വരുമ്പോൾ, മന്ത്സായിട്ട് കണക്കാക്കി വരുമ്പോൾ, ഒരു വർഷത്തിന് മന്ത്സായിട്ട് 4 മന്ത്സായിട്ട് കണക്കാക്കുമ്പോൾ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3% ആയിട്ട് എടുക്കണം. അതേപോലെ തന്നെ n = 3 തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഫോർമുല എഴുതാം. P × 1 + R/100 all raised to n. ഇക്വേഷൻ എഴുതി. P എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 ആണ്. 30,000 ആണ്. 30,000 × 1 + R എന്ന് പറയുമ്പോൾ എത്രയാണ് ഞാൻ പറഞ്ഞത്? 3/100 all raised to എത്രയാ തവണ 3. അപ്പോൾ 30,000 × 1 × 100 100 + 3 103/100. അങ്ങനെ എത്ര പ്രാവശ്യം എഴുതണം? 3 പ്രാവശ്യം അങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. 3 പ്രാവശ്യം എന്ത് ചെയ്യുക? നമ്മൾ കോമൺ സീറോസ് ഒന്ന് വെട്ടിക്കൊടുക്കുക. 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടെയും 4 എണ്ണമാണ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുക. ബാക്കിയുള്ള നമുക്ക് വന്നത് 3 × 103 × 103 × 103/100. ഓക്കെ. ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 32,78,181. ഇത്രയാണ് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100, 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ സ്ഥാനം നോക്കി ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പോൾ ഉത്തരം 32,781.81 റുപ്പീസാണ് നമുക്ക് നമ്മുടെ റംലത്തിന് 1 ഇയർ കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന എമൗണ്ട്.